BA ആളൂർ അന്തരിച്ചുവെന്ന് കേട്ടപ്പോൾ മുതൽ മുഴുവൻ കേരളവും ഒരുപോലെ സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ചും ഇരകളായവരുടെ കുടുംബക്കാർ. സൗമ്യ എന്ന ഇരയാക്കപ്പെട്ട ആ കുട്ടിയുടെ മാതാവിന്റെ വാക്കുകളിലേക്ക്. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞുപോയി. ആൾ ഊരാൻ പറ്റിയെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി. കേരളം മൊത്തം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. കാരണം അല്പസ്വല്പം മാത്രം എന്തൊക്കെയോ സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഈ ആളിനെ കുറിച്ച് അറിയുകയുള്ളായിരുന്നു. എന്നാൽ ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാമെന്ന് കണ്ട് ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിലൂടെ കയറി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഏത് പ്രതിയെയും രക്ഷിക്കുവാൻ വേണ്ടി ഏത് അറ്റം വരെയും ചെന്ന് അവർക്ക് വേണ്ടി ശക്തമായി സംസാരിച്ചവരെ വിടുവിക്കുക എന്നുള്ളതാണ് അഭിഭാഷകനായ ആളൂർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ കേരളം എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഏത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യനായി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും അത് ചെയ്യും, അതിൽ സന്തോഷിക്കും എന്നുള്ളതിന് ഒരു രീതിയിലും നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ മറ്റൊരു വീക്ഷണത്തിലാണ്. കാരണം ദൈവവചനം ചുമക്കുന്ന, ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു സ്വഭാവം, അദ്ദേഹത്തിന്റെ മറ്റൊരു അധ്യായമാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളെ ആ രീതിയിൽ വിചിന്തനം ചെയ്ത് ആ രീതിയിൽ വീക്ഷിച്ച് ഇതിനെ ഞങ്ങളിൽ നിന്നും ശ്രദ്ധിക്കണമെന്നുള്ളത് വിനയപൂർവ്വം ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. ഇനിയും കേരളം എങ്ങനെയാണ് BA ആളൂരിനെ അല്ലെങ്കിൽ ബിജു ആന്റണി ആളൂരിനെ കേരളം എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് ഒന്ന് നോക്കാം. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായ വക്കീൽ, അതാണ് മലയാളികൾക്കിടയിലെ ആളൂരിന്റെ ആദ്യ മേൽവിലാസം. അവിടെ തുടങ്ങിയതാണ് അഡ്വക്കേറ്റ് ആളൂരിന്റെ യാത്ര. അവിടെ നിന്നും ഗ്രീഷ്മ കേസിലൂടെ, നരബലി കേസിലൂടെ ഇങ്ങേറ്റം വന്ന് കൂടത്തായി ജോളിയുടെ കേസുകളിലൂടെ ഒക്കെ യാത്ര ചെയ്ത് കുപ്രസിദ്ധി മാത്രം നേടി മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു അഡ്വക്കേറ്റ് ആളൂരിനുണ്ടായിരുന്നത്. എന്നാൽ മുഴുവൻ സമൂഹവും അല്ലെങ്കിൽ മുഴുവൻ മീഡിയകളും ഇദ്ദേഹത്തെ വിളിച്ചിരുത്തി എത്ര ഇന്റർവ്യൂസ് നടത്തിയാലും അതിലൊന്നും പതറിപ്പോകാത്ത ഒരു ശക്തമായ വ്യക്തിത്വമാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൽ കാണുവാൻ കഴിഞ്ഞത്. ഒരിക്കൽ ജനകീയ കോടതിയിൽ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അവിടെ ഇദ്ദേഹത്തിന് നേരിടേണ്ടത് റിപ്പോർട്ടറായ മിസ്റ്റർ അരുൺ തുടങ്ങി അതിന് ചുറ്റുമിരിക്കുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റനേകം അഭിഭാഷകരുണ്ട്. ഇദ്ദേഹത്തെ പോലെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അഭിഭാഷകൻ മുൻപിൽ ഇരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജി. ഇങ്ങനെ ഇത്രയും പേരുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് തനിക്ക് പറയാനുള്ള നല്ല ശക്തമായും വ്യക്തമായും പറഞ്ഞ് ഒരു ശകലം പോലും അല്ലെങ്കിൽ അചഞ്ചലനായി നിന്നുകൊണ്ട് ചോദിക്കുന്ന സകല ചോദ്യത്തിനും മറുപടി പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾ അദ്ദേഹത്തിൽ അന്ന് കണ്ടത്. ക്രൈം ചെയ്ത് താങ്കളുടെ ഓഫീസിലേക്ക് വരുന്ന ഒരാളെ രക്ഷിക്കുക എന്ന ദൗത്യമാണോ ഒരു അഭിഭാഷകനായി താങ്കൾ നിക്ഷിപ്തമായിരിക്കുന്നത്? കോടതി നീതി കണ്ടെത്താൻ കോടതിയെ സഹായിക്കുക എന്ന പ്രാഥമിക ദൗത്യമാണോ എങ്കിൽ നിക്ഷിപ്തമായി താങ്കളോട് ഒരു പ്രതി വന്ന് താങ്കൾ ഒരാളെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മർഡർ താൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കോടതിയെ സത്യം കണ്ടെത്താൻ സഹായിക്കലല്ലേ അഡ്വക്കേറ്റ് BA ആളൂർ എന്ന അഭിഭാഷകന്റെ ജോലി? അങ്ങും ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ക്രിമിനൽ തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് കോടതി നേരിട്ട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ പ്രോസിക്യൂഷനുമായിട്ടാണ് ഡിഫൻസിലാകുന്നതിലാകാം, പക്ഷേ താങ്കൾ നീതിയോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുന്ന കോടതിയിൽ ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ മസ്റ്റ് ബി വിജിലന്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചത്, സൗമ്യ കേസിന്റെ അവസാനത്തിൽ ജസ്റ്റിസ് മാർക്കണ്ഡേ കഡ്ജുവിനെ കുറിച്ച് പല പരാമർശങ്ങളും വന്നു. അപ്പോൾ ഞാൻ ഒരു മീഡിയയോട് പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്: ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആണെങ്കിൽ ഹി വാസ് ആൻ ഇൻകോമ്പിറ്റന്റ് ജഡ്ജ്. നമ്മളെല്ലാവരും ഒരുപോലെ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോഴും ഇദ്ദേഹം പറയുന്നത് ഞാൻ ഒരു അഭിഭാഷകന്റെ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ സുപ്രീം കോർട്ട് അതിനെ ശരിവെക്കുന്നത്. എനിക്ക് വിരോധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ എതിർത്തുനിന്ന് സംസാരിക്കുന്ന അഭിഭാഷകന് തെളിവ് നിരത്തുവാൻ പറ്റാതെ വരുമ്പോൾ ആ തോൽവി അവർ സമ്മതിക്കേണ്ടി വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത് എന്നെയല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന കോർട്ടിനെയാണ്. ഗ്രീഷ്മയുടെ കാര്യം തന്നെ ഒന്ന് കേട്ടാൽ, ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് സർക്കാരും പ്രോസിക്യൂഷനുമാണ്. അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും. അങ്ങനെ ശിക്ഷ കിട്ടിയാൽ ആ ശിക്ഷയ്ക്കെതിരെ മേൽക്കോടതികളിലേക്ക് പോകും. മേൽക്കോടതി നാളെ ഈ വിധി തിരിച്ചു എഴുതിയാൽ നിങ്ങൾ കോടതികളെയും കുറ്റം പറയും. അങ്ങനെ കുറ്റം പറയാതിരിക്കണമെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയിലെ അപ്പീൽ കോടതികളില്ലാതിരിക്കണം. അപ്പോൾ ഒരു കീഴ്ക്കോടതി ഒരു കാര്യം കണ്ടത് തെറ്റാണ് എന്ന് വിധി എഴുതാൻ മേൽക്കോടതികൾക്ക് അധികാരമുണ്ട്. മേൽക്കോടതികൾ ചെയ്ത അപ്പീൽ കോടതികളുടെ തെറ്റുകൾ തിരുത്താനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരമാണ്. സൗമ്യ മർഡർ കേസിൽ ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തിക്ക് കീഴ്ക്കോടതിയും അപ്പീൽ കോടതിയും ഒരുപോലെ കണ്ട ശിക്ഷ സുപ്രീം കോടതി തിരിച്ചെഴുതിയത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സംസ്ഥാന സർക്കാരും നിങ്ങളുടെ പ്രോസിക്യൂഷൻ സംവിധാനവും ശക്തമാണെങ്കിൽ അഡ്വക്കേറ്റ് ആളൂർ എന്നല്ല ഒരാൾ വന്നാലും ഒരു പ്രതിയെയും രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ദുർബലരായിട്ടുള്ള അഭിഭാഷകരെ, ദുർബലരായി കേസ് നടത്തുന്ന, കേസുകൾ പഠിക്കാതെ കോടതിയിൽ വരുന്ന അഭിഭാഷകരെ വെച്ചാണ് നിങ്ങൾ സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രോസിക്യൂഷൻ നടത്തുന്നതെങ്കിൽ മിടുക്കന്മാരായ പ്രതിഭാഗം അഭിഭാഷകർ പ്രതികളെ രക്ഷിച്ചുകൊണ്ട് പോകും. പലരും ഇദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികളെ സംരക്ഷിച്ച് വീണ്ടും സമൂഹത്തെ ദ്രോഹിക്കുന്നത്. അതിനും വ്യക്തമായ മറുപടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വ്യക്തി എന്തിനാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്? കുറ്റം ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, പിന്നെ അവരെ കുറ്റം ചെയ്തതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒരു കറക്ഷൻ സെൻ്ററാണ് ഈ ജയിൽ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. എൻ്റെ പരിചയത്തിലെ ഒരാൾ ഒരു ചെറിയ കുറ്റം ചെയ്ത് ജയിലിലേക്ക് പോവുകയും 4 മാസത്തോളം ജയിലിൽ പാർക്കുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ഒരിക്കലും ഈ ജയിലിൽ പോകാൻ പറ്റില്ല, പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഈ പോലീസും ജയിലും കയറി വരികയാണ്, എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അതുകൊണ്ട് ഞാൻ ജയിലിലേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജയിലിൽ കിടന്ന 4 മാസക്കാലം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ വരികയാണ്. ആളൂരിനെ പോലെയുള്ളവർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇരകളാക്കപ്പെടുന്നവർക്ക് ഒരിക്കലും നീതി കിട്ടത്തില്ല എന്നുള്ളതാണ് നാം പറഞ്ഞു വരുന്നത്. നമ്മൾ അനുമാനിച്ചിരിക്കുന്ന നീതിയുടെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എന്ത് അനുഭവിച്ചുവോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചുവോ അത് തന്നെ തിരിച്ചും ആ പ്രതികൾക്ക് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നീതി. അല്ലെങ്കിൽ നമ്മൾ കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ ആ പ്രതിക്കും തൂക്കുമരം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നിലവിളിക്കുന്ന നിലവിളി.
എന്നാൽ ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നത് ദൈവം ദുഷ്ടന്റെ മരണത്തിൽ പോലും പ്രസാദിക്കുന്ന ദൈവമല്ല, അല്ലെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏത് വിധേനയും ഏതറ്റം വരെയും ചെന്ന് അവനെ രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ, അവനെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവനോട് കരുണ കാണിച്ച് അവനെ മടക്കി വരുത്തുക, അവന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആളൂരും ചെയ്യുന്നത് അത് തന്നെയല്ലേ എന്ന് നമ്മൾ അറിയാതെ പറയാതെ സമ്മതിക്കേണ്ടി വരും. തീയിൽ വെന്തുമരിച്ച ഗ്രഹാം സ്റ്റീൻ തന്റെ ഭാര്യയായ ഗ്ലാഡിസ് ആ പ്രതികളോട് ക്ഷമിച്ചു. എന്തിനധികം രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോഴും ആ കൊല ചെയ്ത സ്ത്രീയോട് ക്ഷമിക്കുവാനാണ് സോണിയാഗാന്ധിയും തന്റെ മക്കളും ആഗ്രഹിച്ചത്. അങ്ങനെ ഈ രീതിയിൽ ഇതിനെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യേശു എന്ന രക്ഷിതാവ് നമ്മളോടും കാണിക്കുന്നത് ഇതേ കരുണയാണ്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആർക്കും കഷായം കലക്കി കൊടുത്തിട്ടില്ലായിരിക്കാം, ആരെയും വിഷം കൊടുത്ത് കൊല്ലുവാൻ ആഗ്രഹിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ ഓരോ പ്രവൃത്തികളും, ചിന്തകൾ, വിചാരങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, കുറ്റം ചുമത്തലുകൾ, ദൂഷണം പറച്ചിൽ, ഇങ്ങനെ സകലതും സാത്താൻ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം വെളിപ്പാടിൽ പറയുന്നു, രാപ്പകൽ പിശാച് നമുക്ക് വിരോധമായി കുറ്റം ചുമത്തുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു തന്റെ രക്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിതാവാം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഒരു ദിവസം കൂടെ അവൾക്ക് കൊടുക്കുക, ഒരു വർഷം കൂടെ അവളെ ആക്കി വെക്കുക, ഒന്ന് തടമെടുത്ത് വളമിട്ട് നോക്കട്ടെ, ഒരു വർഷം കൂടെ കഴിഞ്ഞ് ഒരുപക്ഷെ ഫലം കായ്ച്ചാലോ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിൽ എത്ര പേർ ശേഷിക്കുമായിരുന്നു. ആ പ്രതികളെ പോലെ നമുക്കും വെച്ചിരുന്നത് തൂക്കുമരം മാത്രമായിരുന്നു. ഈ സംഭവത്തെ ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കർത്താവിന്റെ കരുണയുടെ വലിപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും മുടിഞ്ഞു പോകാതെ ജീവിച്ചിരിക്കുന്നത്. പീലാത്തോസ് ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? ഉടനെ ജനം വിളിച്ചു പറയും, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ഈശോയെ ഇതാ മരണശിക്ഷയ്ക്ക് പീലാത്തോസ് വിധിക്കും. ഈ സമയം ഇടതുവശത്ത് നിന്ന് ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെ ബറാബാസ് എന്ന ഭീകര കഥാപാത്രം രംഗത്ത് വരുന്നു. ബറാബാസ് ഇങ്ങനെ വന്യമായ ഭാഷയിൽ മുരളിക്കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഒറ്റക്കണ്ണനായ ആ മൃഗതുല്യനായ മനുഷ്യൻ ചെയ്യുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നവനെ ഒരു കണ്ണുയർത്തിയ ഒരു നോട്ടം, കുനിഞ്ഞ ശിരസോടുകൂടെ നിൽക്കുന്ന ഈശോയും ഇങ്ങനെ സാവധാനം ഒന്ന് നോക്കും. ഈശോയുടെ കണ്ണുകൾ ഈ ബറാബാസിന്റെ കണ്ണുകളിൽ ചെന്ന് ഉടക്കും. ബറാബാസ് യേശുവിനെ ഇങ്ങനെ പുറകോട്ട് നോക്കി 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 ജനക്കൂട്ടത്തിനിടയിലൂടെ പോയി. ഇനി നിങ്ങൾ അറിയണം, കഥാപാത്രത്തിന്റെ വേഷപ്പകർച്ചകൾ അവിടെ അവസാനിച്ചു. പക്ഷേ പിയാത്രോ സറൂബിയുടെ കണ്ണുകളിലേക്ക് ജിം കാവിൽസൺ എന്ന് പറയുന്ന യേശുവായിട്ട് അഭിനയിച്ചവന്റെ കണ്ണുകളിലെ നോട്ടം അവൻ ഇങ്ങനെ കൊളുത്തിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, പിയാത്രോ സറൂബി പിന്നീട് പോയിട്ട് വിശുദ്ധ ഗ്രന്ഥം വാങ്ങി യേശുവിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് മാമോദീസ സ്വീകരിച്ച് പിയാത്രോ സറൂബി ഒരു സുവിശേഷ ശുശ്രൂഷകനായി ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തി. യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം മൃഗതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാവും.